ക്യാബിനറ്റ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ് ഇളങ്കുളം. ഒരു സ്റ്റൈലിഷ് ബാത്റൂം ഒരു വീടിൻ്റെ ഭംഗി മാത്രമല്ല, അതിൻ്റെ വാല്യൂം ഉയർത്തും. എങ്കിൽ ആ വാല്യൂ നൽകാൻ തിരഞ്ഞെടുക്കേണ്ട പെർഫെക്റ്റ് ചോയ്സാണ് സെറ. കോട്ടയം ജില്ലയിലെ ഏറ്റവും വിശാലമായ സെറ സ്റ്റൈൽ ഗാലറി, സെറ ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടറായ സെന്റ് ആന്റണീസ് ട്രേഡേഴ്സിൽ സെറയുടെ ഏറ്റവും വിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഡ്രീം ബാത്റൂമിന് വേണ്ട എല്ലാ സെറ ലെക്സ് ഉൽപ്പന്നങ്ങളും ഇനി ഒരേയിടത്ത്. സെറ സ്റ്റൈൽ ഗാലറി, സെന്റ് ആന്റണീസ് ട്രേഡേഴ്സ്, നിയർ SNDP, ഇളംകുളം, കൂരാലി, കോട്ടയം. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിൻ്റെ ഉത്രാടദിന ആശംസകൾ. തിരുവോണം പടിവാതിലിലെത്തി. അവസാനഘട്ട ഒരുക്കത്തിൽ മലയാള നാട്. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. കടകളിൽ വലിയ തിരക്ക്. ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ വാങ്ങിക്കൂട്ടി വീട്ടമ്മമാർ. ആചാരപ്പെരുമയിൽ ഉത്രാടക്കിഴി സമർപ്പണം. വയസ്കര രാജ്ഭവൻ കോവിലെത്തി സൗമ്യവതി തമ്പുരാട്ടിക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉത്രാടക്കിഴി കൈമാറി. ഓണക്കോടിയും നൽകി. പച്ചക്കറികൾക്ക് വില ഉയർന്നു തന്നെ. എല്ലാ ഇനങ്ങൾക്കും വില ഉയർന്നു. പഴവിപണിയിലും വില വർധന. വാർത്തകൾ വിശദമായി. തിരുവോണം പടിവാതിലിൽ. ഒരു വർഷത്തെ കാത്തിരിപ്പിന് ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം വിരാമം. തുടർച്ചയായി പെയ്യുന്ന മഴ ഓണാഘോഷങ്ങളുടെ പകിട്ട് കുറച്ചിട്ടുണ്ട്. മലയാളികൾ ഏറെ കാത്തിരിക്കുന്ന പൊന്നോണമാണ് നാളെ. മഹാബലി തമ്പുരാൻ തന്റെ പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനായി ഭൂമിയിലെത്തുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രം. മനുഷ്യരെല്ലാം ഒന്നാണെന്ന സങ്കല്പത്തിൽ മഹാബലി നാടുവാണ നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കിയാണ് തിരുവോണം ആഘോഷിക്കുന്നത്. ഓണക്കോടിയുടുത്തും ഓണസദ്യ ഒരുക്കിയും തിരുവോണം കൊണ്ടാടുമ്പോൾ മലയാളിയുടെ മനസ്സ് വീണ്ടും പഴയ കാലത്തിലേക്ക് എത്തും. പുലർച്ചെയുള്ള ക്ഷേത്ര ദർശനമാണ് തിരുവോണ ദിനത്തിൽ പ്രധാനം. വീട്ടുമുറ്റങ്ങളിൽ പൂക്കളം ഒരുങ്ങും. ഉച്ചയോടെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് ഓണസദ്യ ഉണ്ണും. പിന്നീട് ബന്ധുവീടുകളിലെ സന്ദർശനം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വിവിധ സ്ഥാപനങ്ങളുടെയും സ്കൂളുകളുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം നടന്നുവരികയാണ്. പൂക്കളമിട്ടും ഊഞ്ഞാലാടിയും ഓണക്കളികളിൽ പങ്കുചേർന്നും തിരുവാതിര കളിച്ചും തിരുവോണത്തെ സന്തോഷപൂർവ്വം വരവേൽക്കുകയാണ് മലയാളം. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈ ആഘോഷത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോ മലയാളിയും. ഏവർക്കും തിരുവോണ ആശംസകൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. നാടാകെ ഉത്രാടപ്പാച്ചിലിൽ. നാളത്തെ തിരുവോണ സദ്യക്കുള്ള വിഭവങ്ങൾ വാങ്ങുന്നതിനായുള്ള ഓട്ടത്തിലാണ് മലയാള നാട്. പൊന്നിൻ തിരുവോണ ദിനം പടിവാതിലിൽ. മഴയിൽ കുതിർന്നാണ് ഉത്രാടവും തിരുവോണവുമൊക്കെ. എങ്കിലും തിരുവോണ സദ്യയ്ക്ക് വിഭവങ്ങൾ വാങ്ങുന്നതിനായുള്ള ഓട്ടപ്പാച്ചിലാണ് എല്ലാവരും. ഇന്നലെ മുതൽ തന്നെ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന തിരക്കിലായിരുന്നു മലയാളി. ഇന്നിപ്പോൾ രാവിലെ തന്നെ പച്ചക്കറികളും പലചരക്ക് സാധനങ്ങളും വസ്ത്രങ്ങളും വാങ്ങുന്നതിനായി ഇറങ്ങിയിരിക്കുകയാണ് എല്ലാവരും. കുടുംബസമേതമാണ് ചിലർ ഉത്രാട ദിനത്തിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയിരിക്കുന്നത്. ഒന്നാം ഓണം എന്നാണ് ഉത്രാട നാളിനെ വിശേഷിപ്പിക്കുന്നത്. ഈ ദിവസം കുട്ടികൾ ഓണം ആഘോഷിക്കുകയും മുതിർന്നവർ തിരുവോണം ആഘോഷിക്കുന്നതിനായുള്ള അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഓടി നടക്കുകയും ചെയ്യും. എല്ലാം വാരിക്കൂട്ടി എല്ലാം ചെയ്തു തീർക്കാനുള്ള തിടുക്കത്തെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത്. കൂടാതെ ഉത്രാട നാളിലാണ് അത്തം ദിനത്തിൽ ആരംഭിക്കുന്ന പൂക്കളമിടലിൽ ഏറ്റവും വലിയ പൂക്കളം ഒരുക്കുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ വീട്ടമ്മമാർക്ക് ഓട്ടപ്പാച്ചിലിന്റേതാണ്. എല്ലാ പ്രേക്ഷകർക്കും ക്യാബിനറ്റ് ചാനലിന്റെ ഓണാശംസകൾ. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ നഗരവും ഉത്രാടത്തിരക്കിലായിരുന്നു. രാവിലെ മുതൽ തന്നെ സാധനങ്ങൾ വാങ്ങുന്നതിനായി ആളുകൾ നഗരത്തിലേക്ക് എത്തി. എല്ലാ കടകളിലും വലിയ തിരക്ക് തന്നെ കാണപ്പെട്ടു. ഒന്നാം ഓണമെന്ന വിശേഷണമുള്ള ഉത്രാട ദിനം. ഇത് വിപണി വീട്ടിലേക്ക് എത്തുന്ന കാലം. ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളുമായി ജനം തിരക്കിലാണ്. ഇടയ്ക്ക് തിമിർത്ത് പെയ്യുന്ന മഴ ഉത്രാടപ്പാച്ചിലിന് തിരക്ക് കുറച്ചിട്ടുണ്ട്. തിരുവോണത്തിന് സദ്യയ്ക്കായി സാധനങ്ങൾ വാങ്ങാൻ മലയാളികളുടെ തിക്കും തിരക്കുമാണ് ഉത്രാട ദിവസത്തെ പ്രത്യേകത. ഓണത്തിന് വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടും ദിനമാണ് ഉത്രാടം. ഉത്രാട നാളിൽ വിപണി രാത്രി വരെ സജീവമായിരുന്നു. പച്ചക്കറി കടകളിലും പലവ്യഞ്ജന കടകളിലും തുണിക്കടകളിലും മാളുകളിലും ഇന്നും തിരിയാനാവാത്ത തിരക്കുള്ള ദിനമായിരുന്നു. പണ്ട് ഗ്രാമചന്തകളിലെ തിരക്കായിരുന്നു ഉത്രാടപ്പാച്ചിലെങ്കിൽ ഇന്ന് നഗരങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. മാളുകൾ ഉത്രാടപ്പാച്ചിലിന്റെ പുത്തൻ ഇടങ്ങളായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ വ്യാപാരവും തകർക്കുകയാണ്. ഓർഡർ കിട്ടിയ സാധനങ്ങളുമായി ഉപഭോക്താക്കളുടെ വീട് തേടി പോകുന്ന കച്ചവടക്കാരന് ന്യൂജൻ കച്ചവടത്തിന്റെ ഉത്രാടപ്പാച്ചിലാവും വരുംകാലം. ന്യൂസ് ബ്യൂറോ, പാല. ആചാരത്തനിമയിൽ ഉത്രാടക്കിഴി കൈമാറി. കോട്ടയം വയസ്കര രാജ്ഭവൻ കോവിലത്തെത്തി സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ NK സൗമ്യവതി തമ്പുരാട്ടിക്ക് ഉത്രാടക്കിഴി കൈമാറി.
ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ സൗമ്യവതി തമ്പുരാട്ടിക്ക് ഓണക്കോടി സമ്മാനിച്ചു. രാജഭരണകാലത്തെ സ്മരണകൾ ഉണർത്തി ഉത്രാടക്കിഴി സമർപ്പണം നടന്നു. കൊച്ചി രാജവംശത്തിലെ ഇളങ്കുന്നപ്പുഴ നടക്കൽ കോവിലകം അംഗവും AR രാജരാജവർമ്മയുടെ ഭാര്യയുമായ NK സൗമ്യവതി തമ്പുരാട്ടിക്ക് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഉത്രാടക്കിഴി സമർപ്പിച്ചത്. കൊച്ചി രാജവംശത്തിലെ സ്ത്രീകൾക്ക് ഓണം ആഘോഷിക്കാൻ രാജാവ് നൽകി വന്നിരുന്ന തുകയാണ് ഉത്രാടക്കിഴി. രാജഭരണകാലം കഴിഞ്ഞപ്പോൾ ഈ തുക നൽകുന്ന ചുമതല സർക്കാരിന്റേതായി മാറി. രാജഭരണകാലത്തെ ഓർമ്മകൾ സ്ഫുരിക്കുന്ന ചടങ്ങ് സന്തോഷം നൽകുന്നുവെന്ന് സൗമ്യവതി തമ്പുരാട്ടി പറഞ്ഞു. മുൻപ് 14 രൂപയായിരുന്ന കിഴിത്തുക തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോഴാണ് 1001 രൂപയാക്കി ഉയർത്തിയത്. കിഴിപ്പണം ഇനിയും ഉയർത്തണമെന്നാണ് അഭിപ്രായമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല പ്രവർത്തനത്തിന്റെ തുടക്കം, അതിന്റെ തുടർച്ച, ആ നിലയിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അതെ 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 നേരത്തെ ഉണ്ടായിരുന്ന തുക ഞാനിപ്പോൾ പുറത്തു പറയുന്നില്ല, എല്ലാവർക്കും ക്ഷീണമാണ്. അപ്പോൾ അത് മാറ്റി നമ്മൾ ആ തുക കൂട്ടി. എൻ്റെ അഭിപ്രായം ഈ തുക ഇനിയും കൂട്ടണം. കാരണം കാലത്തിനൊത്ത് ഈ മാറ്റം വരണം. പണ്ടൊരു കാലത്ത് ഇത് ആരംഭിക്കുന്ന സമയത്ത് വളരെ തുച്ഛമായിട്ടുള്ള കാശായിരുന്നു. 14 രൂപയായിരുന്നു അന്നുണ്ടായിരുന്നു. അതെ, അന്നുണ്ടായിരുന്നത്. പക്ഷെ അത് കാലത്തിനൊത്ത് കുറേ മാറ്റം വന്നു. ഇനി അതിനേക്കാൾ നമ്മൾ മാറുകയാണ്. അതിൻ്റെ തുകയുടെ വലിപ്പമല്ല, വാല്യൂ അല്ല, അതുണ്ടാകുന്ന ഒരു വെയിറ്റാണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം എല്ലാ ആളുകളും, ജില്ലാ ഭരണകൂടം മൊത്തം, ജനപ്രതിനിധികളെല്ലാവരും ഒരുമിച്ച് വന്ന് ഈ കുടുംബത്തിലെ തമ്പുരാട്ടിക്ക് ഇത് നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത്, കൊടുക്കുന്ന തുകയേക്കാൾ കൂടുതൽ അതിന് പിന്നിലുള്ള പൊതുവികാരമാണ് വളരെ വലുത്. ആ നാണയങ്ങൾ തന്നെ സത്യം പറഞ്ഞാൽ എല്ലാം പുതിയ പുതിയ നാണയങ്ങളെല്ലാം കൂടി ചേർത്താണ് ഇവിടെ. ചടങ്ങിൽ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു, RDO നിജു കുര്യൻ, തഹസീൽദാർ സിറിൽ സഞ്ജു ജോർജ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഓണത്തോടനുബന്ധിച്ച് ഉപ്പേരിയുടെയും ശർക്കര വരട്ടിയുടെയും വിൽപ്പന തകൃതിയായി. രണ്ടിനങ്ങൾക്കും ഇക്കുറി നന്നായി വില വർദ്ധിച്ചിരുന്നു. ഏത്തക്കായുടെ വില കൂടിയതും ലഭ്യതക്കുറവും വിലയെ ബാധിച്ചു. ഓണസദ്യയിൽ പ്രധാന ഇനങ്ങളായ ഉപ്പേരി, ശർക്കര വരട്ടി, കളിയടയ്ക്ക എന്നിവയുടെ വിലയിൽ വർധന. ഏത്തക്കായുടെയും വെളിച്ചെണ്ണയുടെയും വില വർദ്ധിച്ചതോടെയാണ് ഉപ്പേരിയുടെയും ശർക്കര വരട്ടിയുടെയും വില കൂടിയത്. ജില്ലയുടെ വിവിധയിടങ്ങളിൽ ഉപ്പേരി കിലോഗ്രാമിന് 550 രൂപ മുതലാണ് ഈടാക്കുന്നത്. ശർക്കര വരട്ടി കിലോഗ്രാമിന് 500 രൂപയും കളിയടയ്ക്ക 200 ഗ്രാമിന് 60 രൂപയുമാണ് കടകളിൽ ഈടാക്കുന്നത്. പാം ഓയിൽ, സൂര്യകാന്തി എന്നിവയിൽ വറുത്ത ഉപ്പേരിക്ക് വിലക്കുറവുണ്ട്. ഇതിന് 340 രൂപയാണ് ഈടാക്കുന്നത്. ഏത്തക്ക വില ജില്ലയിൽ 70 മുതൽ 80 രൂപ വരെയാണ്. ഇതിനു പുറമെ വെളിച്ചെണ്ണ, ശർക്കര തുടങ്ങിയ മറ്റു വസ്തുക്കൾക്കും വില കൂടി. കുടുംബശ്രീയുടെയും മറ്റ് ചെറുകിട പലഹാര യൂണിറ്റുകളുടെയും ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിൽ എത്തിയിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ തനത് രുചിയിലുള്ള ഉപ്പേരിയും ശർക്കര വരട്ടിയുമാണ് മലയാളികൾക്ക് പ്രിയം. ഓണക്കാലത്ത് വിപണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും ഇതിനാണ്. ഉപ്പേരി എല്ലായ്പ്പോഴും വിറ്റുപോകുമെങ്കിലും ശർക്കര വരട്ടിക്ക് ഓണത്തിനും വിഷുവിനുമാണ് ആവശ്യക്കാരുള്ളത്. മിക്കപ്പോഴും ഇവിടുന്ന് സ്ഥിരം കസ്റ്റമറാണ്, മിക്കപ്പോഴും ഇവിടുന്ന് വന്ന് മേടിക്കാറ്. നല്ലതാണ്. മറ്റുള്ള കടകളിലെ പോലെ നമുക്ക് ഈ എണ്ണ കണപ്പയൊന്നുമില്ല, ബെസ്റ്റാണ്. പൊതുവെ പച്ചക്കറിക്ക് വില കൂടുതലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഇക്കുറിയും ഓണക്കാലത്ത് പച്ചക്കറികൾക്ക് വില ഉയർന്നു തന്നെ. ഒപ്പം പഴവിപണിയിലും വില വർധന കാണപ്പെട്ടു. ഓണക്കാലത്ത് പച്ചക്കറി വില ഉയർന്നത് സാധാരണക്കാരെ വലയ്ക്കുന്നു. ഓണസദ്യ ഒരുക്കാൻ കൂടുതൽ പണം ചെലവഴിക്കേണ്ട അവസ്ഥയിലാണ് ഇക്കുറി. അടുത്ത ദിവസങ്ങളിൽ വില ഇനിയും ഉയർന്നേക്കും എന്നാണ് സൂചനകൾ. ഏത്തക്കായുടെ വില വർധനവ് ആണ് എടുത്തു പറയേണ്ടത്. സവോളയ്ക്കും വില വർദ്ധിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് കിലോഗ്രാമിന് 40 രൂപയായിരുന്ന ക്യാരറ്റിനിപ്പോൾ 100 രൂപയ്ക്ക് മുകളിലാണ്. 70 രൂപയുണ്ടായിരുന്ന ഇഞ്ചിക്ക് 200 മുതൽ 250 രൂപ വരെയാണ് വില. രണ്ടാഴ്ചക്കിടെ 50 രൂപയിലധികമാണ് വെളുത്തുള്ളിക്ക് കൂടിയത്. വെളുത്തുള്ളിക്ക് 200 രൂപയ്ക്ക് മുകളിലാണ് ചില്ലറ വില. ചെറിയ ഉള്ളിക്ക് 90 മുതൽ 110 രൂപ വരെ ഈടാക്കുമ്പോൾ രണ്ടാം തരത്തിന് 60 രൂപയാണ് വില. ബീൻസിനും അമരയ്ക്കും 80 രൂപ മുതൽ 100 രൂപ വരെയായി. വിപണിയിൽ ഇപ്പോൾ ആവശ്യക്കാരേറെയുള്ള പച്ചപ്പയറിന് 70 രൂപയാണ്. മുരിങ്ങയ്ക്കായ്ക്കും തക്കാളിക്കും മാത്രമാണ് ഒരാശ്വാസം. മുരിങ്ങയ്ക്കായ്ക്ക് 40 മുതൽ 80 രൂപ വരെ നൽകണം. തക്കാളി വില 60-ൽ നിന്ന് 40-ഉം പിന്നീട് 20 രൂപയുമായി കുറഞ്ഞു. ബീട്രൂട്ടിന് 65 മുതൽ 80 രൂപ വരെയും ക്യാബേജിന് 60 രൂപയും കോളിഫ്ലവറിന് 35 മുതൽ 50 വരെയുമാണ്. കടകളിൽ സാരവിലയിൽ കിലോഗ്രാമിന് 4 മുതൽ 7 രൂപയുടെ വരെയാണ് വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 മാസം മുമ്പ് ചില്ലറ വിപണിയിൽ 44 രൂപയായിരുന്ന പഞ്ചസാര വില നിലവിൽ 49 മുതൽ 55 രൂപയിലേക്ക് ഉയർന്നു. വിലയൊക്കെ കൂടുതലാണ്.
എല്ലാത്തിനും വില കൂടുതൽ, ഒന്നിനും വില കുറവൊന്നും പറയാനില്ല. സവാളയ്ക്കും വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ്. ഓണം വെള്ളത്തിലാന്ന് പറഞ്ഞാൽ പോരെ. വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് ഉള്ള ഓണം അല്ലേ? പൊതുവെ വില കൂടുതലാണ്. അതെ, ഏത്തക്കാ ഉപ്പേരിക്കൊക്കെ വില കൂടുതൽ. എല്ലാത്തിനും വില കൂടുതലല്ല. ഒരറ്റം മുതൽ തുടങ്ങുന്നതോ തുടങ്ങിയപ്പോൾ തന്നെ മതിയായി. വലിയ വാളാ അല്ലേ? അതെ. പഴവിപണിയിലും വില ഉയർന്നു. ഞാലിപ്പൂവൻ പഴത്തിന് കിലോയ്ക്ക് 100 രൂപയാണ് വില. മുന്തിരിക്കും പേരയ്ക്കയ്ക്കും വില വർദ്ധിച്ചു. ആപ്പിളിന് അല്പം വിലക്കുറവുണ്ട്. വരും ദിവസങ്ങളിൽ വില കൂടുമെന്ന് വ്യാപാരികൾ പറയുന്നു. വില നിലവാരം ഇപ്രാവശ്യം ഇതുവരെ നിലവിൽ വലിയ വില കൂടുതലൊന്നും വന്നിട്ടില്ല. സാധാരണ നടക്കുന്ന വില നിലവാരം മാത്രമേ വന്നുള്ളൂ. പിന്നെ സവാള മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ അടുത്തൊരു ശകലം ഒരു 50 രൂപ റേഞ്ച്, 50 രൂപയ്ക്കാണ് ചില്ലറ വിറ്റുകൊണ്ടിരിക്കുന്നത്. 50 രൂപ റേഞ്ചിലേക്ക് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ സാധാരണ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്ന വില നിലവാരമൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇത് സാധാരണ കഴിഞ്ഞ വർഷം വരെ വന്നിരിക്കുന്നതിൻ്റെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഏത്തക്കൊലയ്ക്ക് ഇച്ചിരി വില കൂടുതൽ വന്നിട്ടുണ്ട്. ഒരു 80 രൂപയ്ക്കൊക്കെ നല്ല ഏത്തയ്ക്ക നമ്മൾ ചില്ലറ വിൽക്കണം. ആ റേഞ്ചിലേക്ക് പഴങ്ങൾ ഒരു ശകലം വില കൂടുതലുണ്ട്. അത് പച്ചക്കറിക്ക് നിലവിൽ വില കൂടുതൽ ഇന്ന് വരെയൊന്നും ആയിട്ടില്ല. പിന്നെ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയോട് കൂടിയുള്ള മാർക്കറ്റൊക്കെ നമുക്ക് മൊത്തത്തിലുള്ള മാർക്കറ്റുകളൊക്കെ വരുന്നതനുസരിച്ചേ പറയാൻ പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പം മെയിനായിട്ട് ആശ്രയിക്കുന്ന ഏറ്റവും വില കൂടുതലായിട്ട് ഇപ്പം നിലവിൽ പയറൊക്കെ ഒരു 100 രൂപ റേഞ്ച്, വലിയ പേരും ചെറിയ പേര് ഒരു 40 രൂപ 50 രൂപ വിലയൊക്കെ നിൽക്കുന്നു. അതേ ഉള്ളൂ കൂടുതലായിട്ട് വിലയെന്ന് പറയാനുള്ളൂ. കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് ഈ ഓണക്കാലത്ത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പുതുപ്പള്ളിയിലെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ ഓണാഘോഷം നടന്നു. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി ആഘോഷം ഉദ്ഘാടനം ചെയ്തു. ചെണ്ടകൊട്ടിയും വടം വലിച്ചും ജീവനക്കാർ ആഘോഷിച്ചു. പുതുപ്പള്ളിയിലെ റബ്ബർ ഗവേഷണ കേന്ദ്രത്തിൽ ആഹ്ലാദപൂർവ്വം ഓണാഘോഷം നടത്തി. റബ്ബർ ബോർഡ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചേർന്ന് ആഘോഷങ്ങൾ കളറാക്കി. റബ്ബർ ബോർഡ് ചെയർമാൻ എൻ ഹരി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മനോഹരമായ ഒരു പൂക്കളത്തിന് മുമ്പിൽ നിന്ന് ജീവനക്കാർ ഓണപ്പാട്ടുകൾ ആലപിച്ചു. എത്തിയ മഹാബലി തമ്പുരാനെ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആനയിച്ചു. തുടർന്ന് നടന്ന ചെണ്ടമേളത്തിൽ ആവേശം കൊണ്ട് ചെയർമാൻ എൻ ഹരിയും ചെണ്ടകൊട്ടി. ആഘോഷങ്ങളുടെ ഭാഗമായി ഉറിയടി വടംവലി മത്സരങ്ങളും നടത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. MLA ഓഫീസ് പാലായും ടീം മനാസും സംയുക്തമായി ഓണാഘോഷം നടത്തി. മാണി സി കാപ്പൻ MLA ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. MLA ഓഫീസ് പാലായുടെയും ടീം മനാസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. മാണി സി കാപ്പൻ MLA ഉദ്ഘാടനം ചെയ്തു. മനാസ് ബിൽഡിംഗിലെ ജീവനക്കാർ ഒത്തുചേർന്ന് ഓണപ്പൂക്കളം ഒരുക്കി. തുടർന്ന് വിവിധ കലാപരിപാടികളും മത്സരങ്ങളും നടന്നു. MLA ഓണ സന്ദേശം നൽകി. തിരുവോണം എന്ന് പറയുന്നത് ലോകത്ത് 4 മലയാളി എവിടെയെങ്കിലും ഉള്ളിടത്ത് ഇതാഘോഷിക്കുക. അമേരിക്കയിലൊക്കെ ഡിസംബർ മാസം 31 വരെ ഓണാഘോഷമാണ്. ഓരോരുത്തർക്ക് ഓരോ ക്ലബിൻ്റെ ആയിട്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങൾ അവിടെ ആയിരുന്നുകൊണ്ട് മോൺസ്വാസിൽ ഞാൻ ഒരുപാട് ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തായിരുന്നു. തീർച്ചയായും ഇത്തവണ വേണ്ട ഒരു പ്രത്യേകത, LP സ്കൂൾ മുതൽ പിള്ളേരെ പൂക്കളമിട്ട് ആഘോഷകരമായ ഭക്ഷണം മാതാപിതാക്കളോട് ചേർന്നിട്ട് ആഘോഷകരമായ വെജിറ്റേറിയൻ ഫുഡും ആ കൂട്ടത്തിൽ പങ്കെടുക്കാൻ ഒരു 10-15 സംഘടനകളിലും എനിക്ക് സാധിച്ചു. തീർച്ചയായും ഓണം വലിയ ഉത്സാഹത്തോടെ കേരളത്തിലെ ജനത കൊണ്ടാടുന്നു. അതിൻ്റെ ഉത്തമമായ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ നമ്മളിപ്പോൾ കൊണ്ടാടുന്ന ഈ ഓണം. ഓണത്തിൻ്റെ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടർന്ന് വിവിധ മത്സരങ്ങൾ, ഗാനസദസ്, കൂപ്പൺ നറുക്കെടുപ്പ്, സമ്മാനദാനം എന്നിവയും നടന്നു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. സ്ഥാപനത്തിലെ മേധാവികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ജീവനക്കാർ തുടങ്ങിയവരും ഓണാഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, പാല.
കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ലയിലെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ ഭാഗമായി പഠനയാത്ര നടത്തി. കോരുത്തോട് പഞ്ചായത്തിലെ കൊമ്പുകുത്തി ട്രൈബൽ സ്കൂളിലേക്കായിരുന്നു യാത്ര. കാഞ്ഞിരപ്പള്ളി വിദ്യാഭ്യാസ ജില്ല ഗിഫ്റ്റഡ് ചിൽഡ്രൻ പ്രോഗ്രാമിന്റെ പഠനയാത്ര കൊമ്പുകുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് നടന്നു. ഗോത്ര വിഭാഗത്തിന്റെ സംസ്കാരം, കലാരൂപങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നതിനും പഠിക്കുന്നതിനും വേണ്ടിയായിരുന്നു പഠനയാത്ര. ഊരുകൂട്ടം, കൊമ്പുകുത്തിയുടെ ചരിത്രം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് ഊരുമൂപ്പൻ EM വിശ്വനാഥൻ ക്ലാസ് എടുത്തു. ഐവർകളിയെക്കുറിച്ച് MJ പ്രഭാകരൻ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. സംസ്ഥാന കലോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ പാലി നൃത്തം കുട്ടികൾ അവതരിപ്പിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ രാജേഷ് K. രാജു പരിപാടിക്ക് നേതൃത്വം നൽകി. PTA പ്രതിനിധി രാജകുമാർ AS, അധ്യാപകരായ ശ്രീജിത്ത് CS, ശ്രീജ, സോണിയ ജോർജ്, ശ്രീകുട്ടി S, ആൻമേരി ജോസ്, പ്രജീഷ PM, മീനാക്ഷി മനോജ്, ഷൈജു VS, കൊമ്പുകുത്തി നിവാസികൾ പങ്കെടുത്തു. തുടർന്ന് ഓണാഘോഷവും കലാപരിപാടികളും ഗാനമേളയും നടന്നു. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവോണം പടിവാതിലിലെത്തി. അവസാനഘട്ട ഒരുക്കത്തിൽ മലയാള നാട്. ഉത്രാടപ്പാച്ചിലിൽ നാടും നഗരവും. കടകളിൽ വലിയ തിരക്ക്. ഓണസദ്യയ്ക്കുള്ള വിഭവങ്ങൾ വാങ്ങിക്കൂട്ടി വീട്ടമ്മമാർ. ആചാരപ്പെരുമയിൽ ഉത്രാടക്കിഴി സമർപ്പണം. വയസ്കര രാജഭവൻ കോവിലെത്തി സൗമ്യവതി തമ്പുരാട്ടിക്ക് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉത്രാടക്കിഴി കൈമാറി. ഓണക്കോടിയും നൽകി. പച്ചക്കറികൾക്ക് വില ഉയർന്നു തന്നെ. എല്ലാ ഇനങ്ങൾക്കും വില ഉയർന്നു. പഴവിപണിയിലും വില വർധന. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.